मेरे प्यारे देशवासियों, आजादी का ये महापर्व 140 करोड़ संकल्पों का पर्व है। आजादी का ये पर्व सामूहिक सिद्धियों का गौरव का पल है और हृदय उमंग से भरा हुआ है। देश एकता की भावना को निरंतर मजबूती दे रहा है। 140 करोड़ देशवासी आज तिरंगे के रंग में रंगे हैं। हर घर तिरंगा, भारत के हर कोने से, चाहे रेगिस्तान हो या हिमालय की चोटियां, समंदर के तट हो या घनी आबादी वाले क्षेत्र, हर तरफ से एक ही गुंज है, एक ही जयकारा है। हमारी प्राण से भी प्यारी मातृभूमि का जयगान है। 79ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടിൽ നിന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ഓരോ ദേശസ്നേഹികളോടും ആവേശത്തിന്റെ വിത്താണ് പാകിയിരിക്കുന്നത്. രോമാഞ്ചം കൊണ്ട് കാണാതിരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന തരത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തിയതിന് ശേഷമുള്ള മോദിയുടെ 12ാമത്തെ സ്വാതന്ത്ര്യദിന ആഘോഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെങ്കോട്ട മൈതാനിയിൽ പ്രധാനമന്ത്രി ത്രിവർണ്ണ പതാക ഉയർത്തി ദേശീയഗാനം ആലപിച്ചതോടെ സ്വാതന്ത്ര്യദിനാഘോഷത്തിന് തുടക്കമായി. പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ ചുട്ട മറുപടി നൽകിയെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുമ്പോൾ പഹൽഗാമിൽ മതം ചോദിച്ച നിഷ്കളങ്കരെ വകവരുത്തിയവരെ നേരിടാൻ ഇന്ത്യൻ സേനയ്ക്ക് സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയെന്നും മോദി പറയുകയാണ്. ഇപ്പോൾ ഇന്ത്യ അധപ്പതിക്കും, ഇപ്പോൾ ഇന്ത്യ താഴെ പോകും, ഇപ്പോൾ ഇന്ത്യ തകരുമെന്ന് ഇന്ത്യയെ നോക്കി വാ തുറന്നിരിക്കുന്ന അമേരിക്കയ്ക്കും പാകിസ്ഥാനും അന്നനാളത്തിലിട്ട് മോദി കൊടുത്തു എന്നതിൽ ഇതിൽ പരം നമുക്ക് യാഥാർത്ഥ്യം മറ്റൊന്നുമില്ല എന്ന് വ്യക്തമാണ്. മോദിക്ക് നമ്മുടെ ഇന്ത്യയുടെ കഴിവിനെയും ഇന്ത്യയിലെ ഓരോ ജനതയുടെ കഴിവിനെയും അവരുടെ പ്രവൃത്തിയെയും വിശ്വാസമുണ്ടെന്നും അതിൽ മാത്രം വിശ്വസിച്ചാൽ മതിയെന്നും ഡോളറിനെയും പൗണ്ടിനെയും അതിന് പിന്നാലെ പോകേണ്ട ഒരാവശ്യവുമില്ല എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 79ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മോദി. പാകിസ്ഥാന്റെ ആണവ ഭീഷണി ഇന്ത്യയോട് വേണ്ട എന്ന് ആവർത്തിച്ചിരിക്കുകയാണ് മോദി. സിന്ധു നദി ജലകരാറിൽ പുനരാലോചന ഇല്ലെന്നും രക്തവും വെള്ളവും ഒരുമിച്ചൊഴുക്കില്ല എന്നും ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ഇന്ത്യയുടെ രോക്ഷത്തിന്റെ പ്രകടനമാണെന്നും പ്രതികാരത്തിനുള്ള സമയവും സ്ഥലവും തീരുമാനിച്ച സൈന്യം സങ്കല്പിക്കാനാവാത്ത കാര്യമാണ് രാജ്യത്തിനായി ചെയ്തത് എന്നും അദ്ദേഹം ആവർത്തിച്ചു. ആത്മനിർഭർ ഭാരത് എന്താണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തെളിയിച്ചു കഴിഞ്ഞു. രാജ്യം സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞു. ഏത് ഭീഷണിയും നേരിടാൻ രാജ്യം തയ്യാറാണ്. ഇന്ത്യയുടെ ആയുധബലം ശത്രുവിനെ അമ്പരിപ്പിച്ചു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യക്കെതിരെ നടത്തുന്ന പ്രകോപനപരവും വിദ്വേഷപരവുമായ പരാമർശങ്ങൾക്കെതിരെ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇന്ത്യ. പാക് നേതാക്കൾ വാക്കുകൾ ശ്രദ്ധിക്കണമെന്നും അല്ലാത്ത പക്ഷം വേദനാജനകമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. പാകിസ്ഥാൻ കരസേനാ മേധാവി അസീം മുനീറിന്റെ ആണവ ഭീഷണിക്കും ബിലാവൽ ഭൂട്ടോ സർദാരിയുടെ ചില പരാമർശങ്ങൾക്കും ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ പ്രതികരിച്ചതെങ്കിലും കുറിക്കുകൊള്ളുന്ന മറുപടി തന്നെയാണ് നൽകിയിരിക്കുന്നത്. ശുഭാംശു ശുക്ല അടുത്തിടെ ബഹിരാകാശത്ത് നിന്ന് തിരിച്ചെത്തി. ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് വരും. ഗഗൻയാനു വേണ്ടി നമ്മൾ സ്വന്തമായി തയ്യാറെടുക്കുകയാണ്. ഇന്ത്യയിൽ 300 ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുണ്ട്. നമ്മുടെ യുവാക്കൾ ബഹിരാകാശ സാങ്കേതിക വിദ്യയെ ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി ആവർത്തിക്കുകയാണ്. സാങ്കേതിക വിദ്യയാണ് പുരോഗതിയിലേക്കുള്ള വഴി. ഇന്ത്യയിൽ നിർമ്മിച്ച ഈ ചിപ്പുകൾ വിപണിയിൽ നിറയും. നിലവിൽ ഇന്ത്യ ഇന്ധനം ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നു. ഊർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടത്
പ്രധാനമാണ്. ഇന്ത്യയിൽ സൗരോർജ്ജ ഉപയോഗത്തിൽ 30% വർധനവ് ഉണ്ടായിട്ടുണ്ട്. അണക്കെട്ടുകൾ നിർമ്മിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി ആവർത്തിച്ചു. സ്വാതന്ത്ര്യദിനത്തിനു ശേഷം വിശപ്പ് വലിയ വെല്ലുവിളിയായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ കർഷകർ രക്ഷാപ്രവർത്തനായി എത്തി. ഭക്ഷ്യസുരക്ഷയിൽ ഇന്ത്യ ഇപ്പോൾ സ്വയം പര്യാപ്തമാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. യുഎസിന്റെ പകരം തീരുവ പരോക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി. സ്വന്തം കരുത്തിലും കഴിവിലും വിശ്വസിക്കുക, അതാണ് ആത്മനിർഭർ ഭാരതിന്റെ വഴി. ഡോളറിനെയും പൗണ്ടിനെയും ആശ്രയിക്കേണ്ട, സ്വന്തം ആയുധം കൊണ്ട് ശത്രുവിനെ തകർത്ത രാജ്യമാണ് ഇന്ത്യയെന്നും പ്രധാനമന്ത്രി. ഇന്ത്യയുടെ ആണവശേഷി 10 ഇരട്ടി വർദ്ധിച്ചുവെന്നും പ്രധാനമന്ത്രി ആവർത്തിച്ചു. രാജ്യം സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞു. ഏത് ഭീഷണിയും നേരിടാൻ രാജ്യം തയ്യാറാണ്. ഇന്ത്യയുടെ ആയുധബലം ശത്രുവിനെ അമ്പരപ്പിച്ചുവെന്നും പ്രധാനമന്ത്രി. പാകിസ്ഥാന്റെ ഭീകര ആസ്ഥാനങ്ങൾ തകർന്നു കിടക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ഇന്ത്യയുടെ രോക്ഷത്തിന്റെ പ്രകടനമാണ്. പ്രതികാരത്തിനുള്ള സമയവും സ്ഥലവും സൈന്യമാണ് തീരുമാനിച്ചത്. സങ്കല്പിക്കാനാവാത്ത കാര്യമാണ് നമ്മുടെ സൈന്യം ചെയ്തതെന്നും മോദി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ത്യയിലെ ജലത്തിന്റെ അധികാരികൾ ഇവിടത്തെ കർഷകരെന്നും പാകിസ്ഥാനോട് പ്രധാനമന്ത്രി ഊട്ടി ഉറപ്പിച്ചു പറയുകയാണ്. 140 കോടി ജനങ്ങൾ രാജ്യത്തിന്റെ ജയം ആഘോഷിക്കുകയാണ്. ആത്മനിർഭർ ഭാരത് എന്താണെന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തെളിയിച്ചു. ആണവ ഭീഷണി അത് വില പോവുകയില്ല. ഭരണഘടനയാണ് രാജ്യത്തിന്റെ വഴികാട്ടിയെന്ന് ഓർമ്മിപ്പിച്ച ഭരണഘടനാ ശില്പികൾക്ക് ആദരം അർപ്പിച്ച മോദി ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത ധീര ജവാന്മാർക്ക് സല്യൂട്ട് നൽകുന്നുവെന്നും അറിയിച്ചു. രാജ്ഘട്ടിലെത്തി ഗാന്ധി സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് മോദി ചെങ്കോട്ടയിലെത്തിയത്. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന ചെങ്കോട്ടയിലും പരിസരത്തുമായി 11,000-ലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെയും 3,000 ട്രാഫിക് പോലീസിനെയും നിയോഗിച്ചിട്ടുണ്ട്. നഗരത്തിലുടനീളം നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, വിമാനത്താവളം, മെട്രോ സ്റ്റേഷനുകൾ തുടങ്ങി ഇടങ്ങളിലെല്ലാം തന്നെ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. തുടർച്ചയായ 12ാമത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നടത്തിയത്. ഓപ്പറേഷൻ സിന്ദൂർ, വോട്ടർ പട്ടിക ക്രമക്കേട്, പകരം തീരുവ എന്നിവ വിഷയങ്ങൾ തന്നെയാണ് പ്രധാനമന്ത്രി വ്യക്തമായി പ്രതികരിച്ചത്. പുതിയ കേന്ദ്ര പദ്ധതികൾ അദ്ദേഹം ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാവിലെ 9-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തും. മറ്റു ജില്ലകളിൽ മന്ത്രിമാർ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കും.